എല്ലാവർക്കും D4 ഡയാന വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ. അപ്പം ഞാൻ നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടല്ലേ. അപ്പം നമ്മളവരെ കൊഞ്ചിച്ച് വളർത്തി ശരിക്കും ഒരു ബേബീനെ നമ്മൾ നോക്കി വളർത്തുന്ന പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു മൃഗം ഉണ്ടെങ്കിൽ അതിനെ നോക്കി വളർത്തുന്നത്. അപ്പോൾ ഓരോരുത്തരും വളർത്തുന്നതും പല പല രീതിയിലാണ് അല്ലേ. അപ്പം സ്നേഹം കൊടുത്ത് വളർത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ അതുങ്ങളെ പാവ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം വളർത്തുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം സ്നേഹം കൊടുത്ത് വളർത്തുന്നവർ ശരിക്കും അവരുടെ സ്നേഹം കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന ആ ജീവി നമ്മളോട് തിരിച്ച് സ്നേഹം കാണിക്കും, നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആനിമൽസിൽ നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചാലാണ് നമുക്ക് മനുഷ്യന്മാരോട് നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും മൃഗങ്ങളെ നമ്മൾ വളർത്തണം, അവരോട് നമ്മൾ സ്നേഹവും കരുണയൊക്കെ നമ്മൾ കാണിക്കുകയും വേണം. അപ്പം അതിലപ്പുറമായിട്ട് അവർ നമുക്കും ഇങ്ങോട്ട് തിരിച്ചു തരൂലേ. അപ്പം നമ്മുടെ ഈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൂരന്മാരാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ച് അതിൻ്റെ വീട്ടിലെ പൂച്ചക്കുഞ്ഞിനെ പിടിച്ചിട്ട് ആ കൊച്ചിനൊന്നും അറിയില്ല എങ്കിലും അതിൻ്റെ പാരൻസ് അതിനെ ജീവനുള്ള വസ്തുവിനെ കളിപ്പാവയായിട്ട് അതിനെ കൊടുക്കുകയാണ്. എന്നിട്ട് ആ കൊച്ച് ആ പൂച്ചക്കുഞ്ഞിൻ്റെ കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ഇറുക്കി ആ പൂച്ചക്കുഞ്ഞിനെ കൊല്ലാൻ പാകത്തിന് പൂച്ചയായിട്ട് അതിൻ്റെ ജീവന് വേണ്ടി കിടന്ന് വെപ്രാളം പിടിക്കുമ്പം ചുറ്റിനുമുള്ളവർ ഇരുന്ന് ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ കൊച്ചിനൊന്നും അറിയില്ല, പക്ഷെ അതിന് ജീവനുള്ളതിനെ വെച്ചിട്ടാണ് പാവ കളിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫോൺ തന്നെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാനാണ് തോന്നിയത്. പക്ഷേ ഞാനത് ചെയ്തില്ല. നമ്മൾ ഒരു ഉപകരണത്തിനോട് നമ്മൾ ദേഷ്യം തീർത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ ആ കൊച്ചിനോട് ദേഷ്യം തോന്നിയിട്ട് നമുക്കൊരു കാര്യമില്ല. ആ കൊച്ചിൻ്റെ പാരൻസിനെ മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഇവരെന്താണ് ഈ കുഞ്ഞാമാർക്കൊക്കെ മൃഗങ്ങളെ വെച്ചിട്ടാണോ കളിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? ഒരു ജീവനെ വെച്ചിട്ടാണോ അവർ കളിക്കുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു നല്ല പ്രായമായിട്ടുള്ള ഒരാൾ ചെയ്ത പ്രവൃത്തിയാണ് കേട്ടോ. വിവരവും ബോധമുള്ള ഒരാൾ ചെയ്ത പ്രവൃത്തിയാണ്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വീടിൻ്റെ അടുത്ത് ഒരു പെൺപട്ടി വന്ന് പ്രസവിച്ച് ഒരു 5-6 കുഞ്ഞുങ്ങളുണ്ടായി. ഇയാൾ ജീവനോടെ അതിനെ കുഴിച്ചിടുക ചെയ്തത്. എന്നിട്ട് നാട്ടുകാർ ആരോ ഒരു ചേട്ടൻ കണ്ടുപിടിച്ച് ഓടി വന്ന് അത് വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ മമ്മ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ സത്യം പറഞ്ഞ് ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്, ജീവനോടെ 5-6 കുഞ്ഞുങ്ങളെ അയാൾ മണ്ണിട്ട് മൂടിയേക്കുക. എന്നിട്ട് ഇയാൾ ഒരു കൂസലുമില്ലാതെ ഇയാൾ നിൽക്കുക. എന്നിട്ട് നാട്ടുകാരൊക്കെ ഓടി വന്ന് വേഗം ഇവിടുന്ന് മാന്തിപ്പിച്ചു. അയാൾ ആ കുഴിയെടുത്ത സ്ഥലത്ത് നിന്ന് മാന്തിപ്പിച്ച് നോക്കുമ്പോൾ മണ്ണിൻ്റെ അടിക്കുന്നു. പാവം ഉണ്ടായിട്ടൊരു 10-15 ദിവസം ആയിട്ടുണ്ടാവുള്ളൂ. അതിനകത്തുനിന്ന് പട്ടിക്കുഞ്ഞുങ്ങൾ മണ്ണിൽ നിന്ന് ഇങ്ങനെ മണ്ണ് മാന്തി എടുക്കും തോറും പട്ടിക്കുഞ്ഞുങ്ങൾ മണ്ണിൻ്റെ അടിക്കുന്ന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾക്കെങ്കിലും ഒരു മൃഗത്തിനോട് സ്നേഹമുണ്ടോ? ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടോ? ജീവനുള്ളതിനെ വെച്ചിട്ട് ജീവനോടെ കുഴിച്ചിടും. ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾക്ക് പറ്റില്ലെങ്കിൽ ഒരു ബോക്സിലാക്കി അയാൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് വല്ല ചായക്കടേൻ്റെ അങ്ങനെ എടുത്ത് കൊണ്ടുവിടത്തില്ലായിരുന്നോ? ജീവനോടെ കുഴിച്ചിടും. ഒന്ന് ആലോചിച്ച് നോക്ക് ഓരോരുത്തർ ചെയ്യുന്ന. അപ്പോൾ നമ്മളിത് കാണുന്നതുകൊണ്ട് നമ്മളിത് പറയുന്നു. അപ്പോൾ ഓരോരുത്തർ കാണാതെ എന്തൊക്കെ പ്രവൃത്തികൾ ഓരോ ആനിമൽസിനോട് കാണിക്കുന്നുണ്ടാവും. അവർക്ക് കാര്യം പറയാൻ വായില്ല, അതുകൊണ്ട് തന്നെ അവരെ എന്തും ചെയ്യാമെന്നാണോ? ആനിമൽസിന് വായുണ്ട്, അതുങ്ങൾക്ക് കരയാം, കുരയ്ക്കാം, ശബ്ദം കേൾപ്പിക്കാം, എങ്കിലും അവർക്ക് വർത്താനം പറയാനുള്ള കഴിവില്ല. അവർക്ക് വർത്താനം പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യന്മാർ അവരെ ഉപദ്രവിക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഓർത്തോ, മിണ്ടാ പ്രാണികളോട് നമ്മൾ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളെ ഭാവിയിലേക്ക് നമ്മൾ അനുഭവിക്കും, അത് ഉറപ്പാണ്. കാരണം ഒരുപാട് അനുഭവങ്ങൾ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ആരും മിണ്ടാ പ്രാണികളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. പിന്നെ അതുങ്ങളെ നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വളർത്താതിരിക്കുക. അവരെ നോക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ അവരെ വളർത്തുന്നവർക്ക് ഫുഡ് കൊടുത്ത് അവരെ കെയർ ചെയ്യാൻ പറ്റില്ല പിന്നെ അവരെ വളർത്തേണ്ട കാര്യമില്ല. പിന്നെ എല്ലാവരും ഈ മൃഗങ്ങളോട് ചെറുപ്പത്തിലെ കുഞ്ഞാമാർക്കൊക്കെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കുഞ്ഞാമാർക്കൊക്കെ കളിപ്പാട്ടായിട്ട് ജീവനുള്ളതിനെയൊക്കെ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് അതുങ്ങൾക്ക് ഒരു സ്നേഹം ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അതുങ്ങളെ ദ്രോഹിക്കും തോറും ഇവർ ഈ മൃഗങ്ങളെ ദ്രോഹിച്ച് വളരും തോറും അത് നേരെ മനുഷ്യന്മാരോടും ചെയ്യാൻ തുടങ്ങും. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കസിൻസൊക്കെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാണുകയും ചെയ്യില്ല. നമ്മൾ കാണാതിരിക്കുമ്പം പൂച്ചക്കുഞ്ഞിനെ ആയാലും പട്ടിക്കുഞ്ഞിനെ ആയാലും ഇങ്ങനെ എടുത്തിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും. പിന്നെ വെടി വെക്കുന്ന പോലെ കാണിക്കും, എടുത്ത് നിലത്തിടും, പിന്നെ മേത്തുനിന്ന് എറിയും. ഇതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ല വഴക്ക് പറയും, ഞാൻ പ്രതികരിക്കും. എനിക്ക് ഇങ്ങനെയൊന്നും കാണുന്നതൊന്നും ഇഷ്ടമല്ല. കാരണം
വേദന എല്ലാവർക്കും ഒരേപോലെയാണ്. അതിപ്പോൾ നീ, ഞാൻ, അല്ലെ അവൻ, ഇവൻ, മൃഗം, പൂച്ച, അങ്ങനെ ഒന്നുമില്ല. വേദന എല്ലാവർക്കും ഒരേപോലെയാണ്. ഇപ്പം എന്താ പറയുക, മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും വേദന എല്ലാവർക്കും ഒരേപോലെ ചിന്തിച്ചു കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ഒന്നിനെ നമ്മൾ ദ്രോഹിക്കില്ല. ഇപ്പോഴുള്ള തലമുറയിലെ എല്ലാ കുട്ടികളും തന്നെ നമ്മുടെ അറിയാലോ ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകുന്നു. കാരണം അവർക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ അവരൊരു എന്താ പറയുക, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്ത് കൂട്ടുന്നു. പിന്നെ ഭാവിയിലേക്ക് അവർ അനുഭവിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നോക്കാൻ കുറച്ച് ആനിമൽസും അവരെ കെയർ ചെയ്യാൻ കുറച്ച് സ്നേഹമൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളും ഇങ്ങനത്തെ ചീത്ത കൂട്ടുകെട്ടുകളിലേക്കൊന്നും പോവില്ല. കാരണം നമുക്ക് അവിടെ സ്നേഹം എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമുക്ക് വരികയാണ്. അപ്പോൾ ചെറുപ്പത്തിലേ നമ്മളങ്ങനെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാവരോടും നമുക്ക് പൊതുവേ നല്ല സ്നേഹവും നല്ല പെരുമാറ്റവും നല്ല ബിഹേവിയറൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ സ്നേഹിക്കാനും അറിയില്ല, ആരോടോ എന്തൊക്കെയോ, കാണുന്നവരൊക്കെ, കാണുന്ന പൂച്ചേനെയും പട്ടീനെയൊക്കെ കല്ലെടുത്തെറിയുന്നു, ദ്രോഹിക്കുന്നു. അവർ അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും പെട്ടെന്നൊരു പട്ടിയൊക്കെ അറിയാതെ വഴിതെറ്റി ഓടി വന്നാൽ അപ്പോഴേക്കും ക്ലാസ്സിലുള്ള എസ്പെഷ്യലി ബോയ്സാണ്, ഗേൾസ് പിന്നെയും പേടിച്ച് മാറി നിൽക്കും. പക്ഷേ ബോയ്സ്, ഈ ആൺകുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര വിടക്കുകളാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, സ്നേഹമുള്ള ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മൃഗങ്ങളോട് ഭയങ്കര കെയറിങ് ഉള്ള ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപദ്രവിക്കുന്നവരെ ഞാൻ തിരിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഇവർക്ക് തമാശയ്ക്ക് കാണുന്ന കല്ലും മണ്ണും ചരലൊക്കെ എടുത്ത് എറിഞ്ഞ് വേദനിപ്പിച്ച് അത് കരയുമ്പോൾ അവർ നിന്ന് ചിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക് മറ്റുള്ളവർ. അപ്പോൾ അതേപോലെ തന്നെയല്ലേ മനുഷ്യന്മാരോട് ചെയ്യുക. മനുഷ്യന്മാരെ ദ്രോഹിച്ച് അവർ കരയുമ്പം ഇവർ തിന്ന് ചിരിക്കുന്നു. അപ്പം മൃഗങ്ങളോട് ചെയ്യുന്നത് തന്നെയാണ് മനുഷ്യന്മാരോടും ചെയ്യുന്നത്. അപ്പം സ്നേഹം വരണമെങ്കിൽ സത്യമായിട്ടും ഓരോ വീട്ടിലും എന്തെങ്കിലും ഒരു മൃഗത്തിനെ, ഒരു പക്ഷീനെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ വളർത്തിയിരിക്കണം. തീർച്ചയായിട്ടും സ്നേഹം നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. അപ്പം ഒരു ആനിമലിനെങ്കിലും നമ്മൾ വീട്ടിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വളർത്തിയിരിക്കണം. അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തിയാൽ മാത്രം പോരാ, അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാനും കൂടിയിട്ടുള്ള ഒരു ഇത് കാണിക്കണം. അല്ലേ നമ്മൾ വളർത്താൻ നിൽക്കരുത്. മനസ്സിലായല്ലോ? നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ദയവ് ചെയ്ത് അതുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്കൊരാൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പൂച്ചക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇട്ടപ്പം അവർക്കിനി സ്പെഷ്യലായിട്ട് ഒരു റേഷൻ കാർഡ് വേണ്ടി വരും എന്ന്. സത്യം പറയാലോ, ഈ കമൻറ്റ് ഇട്ട ആളോട് ഞാൻ പറയാണ്, അവർക്ക് സ്പെഷ്യലായിട്ട് റേഷൻ കാർഡിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന ചോറിൽ നിന്ന് ഒരു വാ പോലും അവർക്ക് സത്യം പറഞ്ഞാൽ വേണ്ട. അവരുടെ ഇച്ചിരി വയറ് നിറയാൻ ഇതിന് മാത്രം ഫുഡൊന്നും അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇച്ചിരി മതി അവർക്ക് കഴിക്കാൻ, അവർക്ക് ഇച്ചിരി ഫുഡ് മതി. ഇതിന് മാത്രം എന്താ പറയുക, ഒരു പറയും 2 പറയൊന്നും ചോറ് അവർക്ക് ഒരു ആവശ്യമില്ല. അവർക്ക് ഇച്ചിരി ഫുഡ് മതി. നമ്മളെന്നിട്ട് അവർക്ക് ഒത്തിരി വിശക്കൂലോ എന്ന് ഓർത്ത് നമ്മൾ കുറേ കൊടുക്കുന്ന സമയത്ത് ചോറൊക്കെ എന്നും ബാക്കി വരികയാണ് ചെയ്യുക. അപ്പോൾ അവരുടെ കുഞ്ഞു വയറ് നിറയാൻ അവർക്ക് കുഞ്ഞു ചോറ്, ഇച്ചിരി ചോറ് മതി. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഇവിടെ മെൻഷൻ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു എന്തെന്താ മൃഗങ്ങളെ വളർത്തുവാണെങ്കിൽ അവർക്ക് ഫുഡും കൂടി കൊടുക്കാനുള്ള കരുണ നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ അതുങ്ങളെ വളർത്താൻ വേണ്ടി നിൽക്കരുത്. കാരണം അവരെ വളർത്തിയിട്ട് അവർക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിൽ എക്സ്ട്രാ പാപം കൂടി നമുക്ക് കിട്ടും. കാരണം കർമ്മ എന്നുണ്ടൊരു സാധനം ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാലോ. നമ്മൾ ചെയ്യുന്നതിനുള്ള തിരിച്ചടി നമുക്ക് എന്നാലും നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ അതിനുള്ളത് തിരിച്ചനുഭവിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ പശുക്കളെയൊക്കെ ആണെങ്കിലും വെയിലത്ത് കൊണ്ട് കെട്ടിയിടും. ഉച്ചയ്ക്കായാലും അതുങ്ങൾക്ക് വെള്ളവും കൊടുക്കില്ല, അത് കിടന്ന് ഇങ്ങനെ കാറും. നമ്മളൊക്കെ ഒരുപാട് കാണാറുണ്ട് ഇവിടെ അടുത്തൊക്കെ. നമുക്ക് വിഷമാകും. പശുക്കൾ അതുപോലെ തന്നെ കുറേ ദ്രോഹിക്കുക, അടിക്കുക, അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമാവും ഇങ്ങനെ കാണുമ്പോൾ. അതുപോലെ ഈ ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ചൂടത്ത് ആടിനെ ആയാലും പശുവിനെ ആയാലും ഈ വെയിലത്ത് കൊണ്ടൊക്കെ കിട്ടും. ചിലപ്പോൾ അവർ കെട്ടുമ്പോൾ ചിലപ്പോൾ തണലുണ്ടാകും, എങ്കിലും സൂര്യൻ മാറി വരുന്ന ടൈമിൽ അവിടേക്ക് ഭയങ്കര വെയിലായിരിക്കും. ഇതുങ്ങൾ കിടന്ന് കാറിയാലും ആര് മൈൻഡാക്കാൻ, ആര് നോക്കാൻ, ആരും നോക്കൂല. അതുങ്ങൾ വെയിൽ കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കങ്ങനെ വെയിൽ കൊണ്ട് കുറേ നേരം നിൽക്കാൻ പറ്റുമോ? നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മളും അതുമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളൊന്നും ചെയ്യില്ല. വേദനേൻ്റെ വില നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ വേദനിപ്പിക്കാൻ നിൽക്കില്ല. അതുപോലെ തന്നെ ഓരോരുത്തരും അനുഭവിക്കുന്നത് നമ്മളായിട്ട് നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ആരും ഒന്നും ചെയ്യില്ല. അപ്പം നമ്മുടെ ആനിമലിനെ നമ്മൾ പറമ്പിൽ കൊണ്ട് കെട്ടുന്നു, വെയിലടിക്കുന്നു. നമ്മളൊന്ന് ഓർത്തുക, നമ്മളിങ്ങനെ വെയിലത്ത് നിന്ന് നമ്മളൊരാൾ കെട്ടിയിട്ടേക്കുവാണ്, നമുക്ക് വെള്ളമില്ല, തീറ്റയില്ല, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത്രയും ഓർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഈ മനുഷ്യന്മാരുടെ ഇങ്ങനത്തെ ക്രൂരതകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, പീഡനങ്ങൾ എന്നാണ് പറയുക, മൃഗങ്ങളെ പീഡിപ്പിക്കുക, അത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. മിണ്ടാപ്രാണികൾ അവർക്ക് വർത്തമാനം പറയാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്
അതുങ്ങൾ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ അറിയാതെ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ മിണ്ടാപ്രാണികളോട് ചെയ്യുന്നുണ്ടാകും, ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം എന്തായാലും ചെയ്തതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ദൈവം തരും. കാരണം ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പം ഞാൻ അറിയാതെ അവരെ പ്രാഗിപ്പോവും. കാരണം അറിയാതെ പ്രാഗിപ്പോകുന്നില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാഗിപ്പോവും. കാരണം മൃഗങ്ങളോട് ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ഥാനത്ത് ഞാൻ ചിന്തിച്ച് നോക്കും, അയ്യോ എന്നെ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിലോ, എൻ്റെ അവസ്ഥ എന്തായാലും ഞാൻ ചിന്തിച്ച് നോക്കും. അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ആരോടും നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കില്ല. ഗായ്സ്, ഇപ്പോൾ സത്യം പറഞ്ഞ ഓരോ പാരൻസിനെയും പറഞ്ഞാൽ മതി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പിള്ളേർ കിടന്ന് കാറുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, ജീവനുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് അവരുടെ കയ്യിലേക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ ഓർക്കും, ഈ പൂച്ചയ്ക്കൊന്നും നഖമില്ലേ, 2 മാന്ത് കൊടുത്തിട്ട് അതിന് പൊയ്ക്കൂടെ, ഇതിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ എന്ന് ഞാൻ ഓർക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മാന്തി പോയി കഴിഞ്ഞാൽ പൂച്ചേനെ അവർ വേണേൽ കൊന്നു കളയും. അങ്ങനത്തെ സീനൊക്കെ ഉണ്ടാവും. പൂച്ചേനെ പിന്നെ കഴുത്തെ പിടിച്ച് ഞെക്കിയും അതിൻ്റെ വയറെ പിടിച്ച് ഞെക്കി അതിനെ എടുത്തിട്ടും എറിഞ്ഞും അതിന് വയ്യാതായിട്ടുണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ പാരൻസുമാണ് ഓരോ പിള്ളേരെ നശിപ്പിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഓരോ പാരൻസും അവരുടെ മക്കളെ മര്യാദയ്ക്ക് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു ചീത്ത സിറ്റുവേഷനിലേക്ക് അവരെത്തില്ല. സത്യം പറഞ്ഞാൽ സ്നേഹം എന്താണെന്നാണ് ഓരോ കുട്ടികൾക്കും ഓരോ പാരൻസും പറഞ്ഞു കൊടുക്കേണ്ടത്. മൃഗങ്ങളെ കയ്യിലേക്ക് കൊടുത്തിട്ട് നിനക്ക് തോന്നിയ പോലെ ചെയ്തോ എന്നുള്ള രീതിയിലും കണ്ട് അവർ ചെയ്യുന്നതും കണ്ട് ഇളിഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ ഉപദ്രവിക്കാതെ അവരെ സ്നേഹിക്കാനാണ് ഓരോ പാരൻസും പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ആനിമൽസിനെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇവർക്കൊക്കെ എങ്ങനെ ഈ ചിരിക്കാൻ തോന്നുന്നേ? എങ്ങനെ ഒരു ജീവനുള്ള സാധനത്തിനെ ദ്രോഹിച്ചിട്ട് അവർക്കൊക്കെ ചിരി എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഓർക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും സൈക്കോകളല്ലേ? അവർക്കല്ലേ ശരിക്കും വട്ടെന്ന് പറയുന്ന സാധനം? സൈക്കോകളല്ലേ അവരൊക്കെ? മൃഗങ്ങളെ ദ്രോഹിച്ച് ഒരു ജീവനെ കടന്ന് എന്താ പറയുക, ദ്രോഹിച്ചിട്ട് കൊല്ലാക്കൊല ചെയ്തിട്ട് ചിരിക്കുന്ന മനുഷ്യന്മാരല്ലേ ശരിക്കും ഭ്രാന്തന്മാരും അതുപോലെ തന്നെ സൈക്കോകളും? അവരൊക്കെ എന്താ ചെയ്യുന്നത് അവരൊക്കെ? അപ്പം നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ അനുഭവിച്ചിരിക്കും. അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പിന്നെ ഓക്കെ, എങ്കിലും നമുക്ക് ഒരാൾ പറഞ്ഞു തരാനുള്ളത് ഭയങ്കര വിഷയമാണ്. അതേപോലെ തന്നെ നമുക്ക് വേദന എന്താണെന്ന് അറിയുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒന്നിനും നമ്മൾ വേദനിപ്പിക്കില്ല. മനസ്സിലായല്ലോ? അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, അവരുടെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം ഓരോ ദിവസവും ഇങ്ങനത്തേക്ക് ഓരോന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിഷമാണ് ഗായ്സ്. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ ഒരു റിക്വസ്റ്റ് ഉള്ളൂ, ദയവ് ചെയ്ത് നിങ്ങളുടെ കൺമുമ്പിൽ എങ്ങാനും മൃഗങ്ങളെ ദ്രോഹിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. അതേപോലെ തന്നെ നിങ്ങളും ദയവ് ചെയ്ത് മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പം ആരും അങ്ങനെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവാതിരിക്കുക. അപ്പം മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുക ഗായ്സ്. അപ്പം അതുങ്ങളെ ദയവ് ചെയ്ത് നിങ്ങളിനിയിപ്പോൾ വളർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സ്നേഹം പഠിക്കണ്ട, എങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ ഗായ്സ് എനിക്ക് പറയാനായിട്ട്. പിന്നെ നമ്മളെ പട്ടികളൊക്കെ കടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ടൈമിൽ അതൊക്കെ പിന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അത് ഓടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കടി നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് നമ്മളെ കടിക്കാനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ വടിയെടുത്ത് വീശും, ഓടിക്കും. അല്ലാതെ ഒന്നും ചെയ്യാത്തതിന് നമ്മൾ പോയിട്ട് ദ്രോഹിക്കൂലേ? അത് ഭയങ്കര പാപം തന്നെയാണ്. അപ്പം ഫോണിലൊക്കെ ആയാലും നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ വീട്ടിലായാലും പിള്ളേർ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പ്രതികരിക്കും. സമ്മതിക്കൂല, എടുക്കാൻ പോലും സമ്മതിക്കൂല. അപ്പം ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ദയവ് ചെയ്ത് ആരും ആനിമൽസിനെ ദ്രോഹിക്കാതിരിക്കുക. അവർ മിണ്ടാപ്രാണികളാണ്, അവരെ ദയവ് ചെയ്ത് നിങ്ങൾ ദ്രോഹിക്കരുത്. നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ആനിമൽസിനെയൊക്കെ വളർത്തുമ്പോൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതുങ്ങളെയൊക്കെ എന്താ പറയുക തോന്നിയ പോലെ വളർത്തി വെക്കുന്നത്. അവരെ വളർത്തുവാണെങ്കിലും നമ്മൾ അവരെ ഉപദ്രവിക്കാതെ നമ്മളവരെ വഴക്ക് പറഞ്ഞ് സത്യം പറഞ്ഞാൽ വളർത്തണം. മനസ്സിലായല്ലോ? അപ്പോൾ അവരെ ചെറുപ്പത്തിലേ നമ്മൾ ഓരോ ശീലങ്ങളും നമ്മുടെ പാവന്മാരെ, അതായത് നമ്മുടെ കുഞ്ഞാവന്മാരെ വളർത്തുന്ന പോലെ തന്നെ, നമ്മളൊരു കുട്ടീനെ വളർത്തുന്ന പോലെ തന്നെ ഒരു ആനിമലിനെ നമുക്ക് അതേപോലെ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം.
മനസ്സിലായല്ലോ? അവരെ നമ്മൾ ചീത്തയാക്കി പണ്ടേ നമ്മൾ ശീലിപ്പിച്ചാൽ അവർ ആ ചീത്തയിലേക്ക് തന്നെ പോവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം മനുഷ്യനായാലും അതെ, നമ്മൾ ചീത്തയാക്കി അവരെ വളർത്തി അവർ വലുതാകുമ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം ഓരോ ആനിമൽസിനെയും നമ്മൾ വളർത്തുമ്പം ചെറുപ്പത്തിലേ നമ്മൾ നല്ല ശീലങ്ങളോടെ നമ്മൾ കൊണ്ടുപോവുക. ഇപ്പം ഒരു പാത്രം വെച്ച് അതിനകത്ത് ഇച്ചിരി തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് തലയിടാൻ വേണ്ടി വരുമ്പം ഫസ്റ്റ് നമ്മൾ വാൺ ചെയ്യുക. ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് അവർ കഴിക്കുമായിരിക്കും. പിന്നെ നമ്മൾ വഴക്ക് പറയുക. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കും. പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം ഭയങ്കര പേടിയാണ്, പട്ടിക്കും അതെ വെള്ളം ഭയങ്കര പേടിയാണ്. ആ ടൈമിൽ അവരൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കും. അപ്പം പിന്നെ നമ്മൾ നല്ല ശബ്ദിച്ച് നമ്മൾ വഴക്ക് പറയുമ്പോഴും അവർക്കത് മനസ്സിലാകും. നമ്മളെ മനസ്സിലാക്കും നമ്മുടെ മൃഗങ്ങൾ. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ അവരെ അത്രയും കെയർ ചെയ്ത് വളർത്തുമ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കണ്ടേ എന്ന് വെച്ച് കേൾക്കാതെ ആകുമ്പോഴേക്കും എല്ലാവരും അടിച്ച് ശരിയാക്കുന്നവരൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കേണ്ടതല്ല, ഭയങ്കരമായിട്ടുള്ള തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വടിയെടുക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കുക. അല്ലാതെ അടിച്ച് തല്ലി കൊല്ലാൻ പാകത്തിനൊന്നും നമ്മൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മൃഗങ്ങളെ പരമാവധി എന്നല്ല, മൃഗങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ ദ്രോഹിക്കാതിരിക്കുക. എനിക്കത് മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാനായിട്ട്. അപ്പം മൃഗങ്ങളോടൊക്കെയുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വിഷയം എനിക്ക് നിങ്ങളുമായിട്ട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഗായ്സ്, അപ്പം നിങ്ങൾ നിങ്ങളുടെ ആനിമൽസിനെ നന്നായിട്ട് കെയർ ചെയ്യുക, നന്നായിട്ട് നോക്കി വളർത്തുക, ചീത്തശീലങ്ങളൊന്നും പഠിപ്പിക്കാതിരിക്കുക. അതുപോലെ കൺമുമ്പിൽ കാണുന്ന എന്താ പറയുക, മൃഗങ്ങളെ ദ്രോഹിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും ആരും ഒന്നിനും ദ്രോഹിക്കാതിരിക്കുമെന്ന് ഞാൻ പറയുവാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. ബൈ.